എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എപ്പോഴും വളരെ ആലസ്യം അല്ലെങ്കിൽ മടി നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്കുള്ള മടി കാരണം നിങ്ങൾക്ക് തന്നെ ഒരു കുറ്റബോധം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവാറുണ്ടോ? ഞാൻ ചെയ്യുന്നത് ശരിയല്ല, ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എവിടെയും എത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ടോ? ഇങ്ങനെയൊക്കെ തോന്നിയിട്ടും എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ മടിയെ മാറ്റാനായിട്ട് സാധിക്കാത്തത്? ഇതൊക്കെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കാര്യമാണ്. സോ ഇതൊക്കെ എൻ്റെ സംസ്കാരമായിട്ട് തന്നെ മാറിയിട്ടുണ്ടാവും. ഇനി ഇത് ഞാൻ എന്ത് തന്നെ ശ്രമിച്ചാലും എന്ത് വീഡിയോ തന്നെ കണ്ടാലും ഇതൊന്നും മാറ്റിയെടുക്കാൻ തന്നെ പറ്റില്ല എന്ന് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ചെയ്യാനും ചെയ്തു തീർക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പെൻഡിങ്ങിൽ ഉണ്ടാകും. പക്ഷെ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ജീവിതം തന്നെ റുയിൻ ആയിരിക്കുന്ന ഒരു ഫീലാണോ നിങ്ങൾക്ക് ഇന്റേണലി ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ടും നിങ്ങൾക്കുള്ളതാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ ഒരു പ്രോഗ്രാം ഉണ്ട്, ഫാസ്റ്റ് റീബൂട്ട് എന്ന് പറഞ്ഞ. ആ ഒരു പ്രോഗ്രാമിനകത്തുള്ള ഒരുപാട് പേര് അവരുടെ മടിയെ മാറ്റിയത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഷെയർ ചെയ്ത ഒരുപാട് പ്രാക്ടിക്കൽ ടിപ്സ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുക. അതിന് ആദ്യമായിട്ട് ഇവരെ കൊണ്ടൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇവർക്ക് മടി തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഇവർക്കിത് മാറ്റിയെടുക്കാനായിട്ട് പറ്റാത്തത് എന്നുള്ളത് ഒരു പേപ്പറിലാക്കുക എന്നുള്ളതായിരുന്നു. അതിനോടൊപ്പം എന്തുകൊണ്ടാണ് ഇവർ ഇതിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നുള്ളതും. സോ ഇങ്ങനെ ആവുന്ന സമയത്ത് സംഭവത്തിന്റെ നമ്മൾ മാറ്റിയെടുക്കാനായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളുടെയും നമ്മളുടെ ഫ്യൂച്ചറിൻ്റെയൊക്കെ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഐഡിയ എന്നുള്ളത് അവരുടെ മൈൻഡിന് ആ ഒരു സമയത്ത് ലഭിച്ചിട്ടുണ്ടാവും. സോ ഏതൊരു കാര്യം ചെയ്യാൻ പോകുന്നതിൻ്റെ മുമ്പും ആദ്യമായിട്ട് വേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇത് തന്നെയാണ്. നമ്പർ 1, ക്ലാരിറ്റി. രണ്ടാമത്, ഇന്ന് ഞാൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇവരുടെ റൂമിൽ ഒട്ടിച്ചു വെക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ അവരോട് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോർണിംഗ് ടൈമിൽ നല്ല കംഫേർട്ടായിട്ട് സോഫയിൽ ഇരിക്കരുത്, അതുപോലെ നിങ്ങൾ ഉറങ്ങുന്ന ബെഡിലേക്ക് പോയി ഇരിക്കരുത്, ബെഡിൽ ഇരുന്ന് വർക്ക് ചെയ്യരുത്, സോഫയിൽ ഇരുന്ന് വർക്ക് ചെയ്യരുത്, വെറും നിലത്തിരുന്നിട്ടോ പായയിലിരുന്നിട്ടോ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് തന്നെ ഇഷ്ടപ്പെട്ട ആഹാരമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വയറ് 80% വരെ മാത്രം ഫില്ലാവുന്നത് വരെ കഴിക്കുക. അതിനോടൊപ്പം ആവശ്യമില്ലാത്ത കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന ജങ്ക് ഫുഡ് ആയിട്ടുള്ള ഓവറായിട്ട് മധുരം കാര്യങ്ങളൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇത്തരത്തിൽ നമ്മൾ ഓവറായിട്ട് മധുരമൊക്കെ കൺസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും നമ്മളുടെ ബ്രെയിനിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്ത് അത് നമ്മൾ കൂടുതൽ മടിയുള്ളവനാക്കി മാറ്റുകയായിരിക്കും ചെയ്യുന്നുണ്ടാവുക. സോ ഇങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കാണുന്ന രീതിയിൽ ഒട്ടിച്ചു വെക്കുക. നോ ഷുഗർ, നോ ജങ്ക് ഫുഡ്, നോ സോഫ സിറ്റിംഗ്, നോ ബെഡ് സിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചതുപോലെ നിങ്ങൾ തുടക്കം ഈ 3 കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതിയാവും. പിന്നീട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് പോയിക്കോളാം. ദെൻ അടുത്തതായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എഴുതി വെച്ചതുപോലെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി വെക്കുക. നമ്മൾ ഒബ്സർവ് ചെയ്തിടത്തോളം ദിവസവും നന്നായിട്ട് നടക്കാനായിട്ട് പോകുന്ന, നല്ല ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുന്ന, സ്റ്റഡിയുടെ കാര്യത്തിൽ സ്പോർട്സിലും ഒക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന ആളുകൾക്ക് മടി കുറച്ച് എളുപ്പത്തിൽ തന്നെ മടി വന്നാലും അത് ടാക്കിൾ ചെയ്ത് അത് മാറ്റിയെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അല്ല എങ്കിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഇത്തരത്തിൽ മടിയൊക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഹൈലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ വിളിക്കാനായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. അത്തരത്തിലുള്ള വ്യക്തികളുടെ അടുത്തൊക്കെ നല്ല ഒരു കണക്ഷൻ ബിൽഡ് ചെയ്ത് വെക്കുക. പക്ഷെ നമ്മളുടെ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നല്ല സൈക്കോളജിയുടെ കാര്യത്തിലും മോട്ടിവേഷന്റെ കാര്യത്തിലും ഒക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വ്യക്തിയെ കണ്ടുപിടിക്കേണ്ട ആവശ്യം എന്നുള്ളത് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം തന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഇങ്ങനെ മടി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത്, സാറേ ഞാൻ ഇങ്ങനെയാണ്, ഇത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയാറുണ്ട്. അപ്പൊ ആ സമയത്ത് ഇവരുടെ മെന്ററെ, എടാ നിനക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ, നീ എഴുന്നേൽക്ക്, നീ ബെഡിൽ നിന്ന് എഴുന്നേൽക്ക്, നിനക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നീ ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്യും, നിനക്കിപ്പോ തന്നെ 28 വയസ്സ് കാര്യങ്ങളൊക്കെ ആയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ കൂടെ നിന്ന് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കാരണം ഇവർക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ മാറ്റാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുക. ആ ഒരു വ്യക്തിയെ എന്നിട്ട് നിങ്ങൾ ഇത്തരത്തിൽ ഫീൽ ചെയ്യുന്ന സമയത്ത്, എല്ലാ സമയത്തും എന്നുള്ളതല്ല,
മാക്സിമം സമയത്ത് കണക്ട് ചെയ്യുക. നാലാമത്, ഒരു ദിവസത്തിലെ 5 പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യത്തിൽ ഒരു 3 മിനിറ്റ് എങ്കിലും സ്പെൻഡ് ചെയ്ത് നിങ്ങളെ തന്നെ നിങ്ങൾ ആയിത്തീരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യുക. അതായത് നമ്മൾ സോഫയിൽ ഇരിക്കുന്നതായിട്ടും TV കാണുന്നതായിട്ടും ഫോൺ സ്വൈപ്പ് ചെയ്യുന്നതായിട്ടും സിനിമ കാണാൻ പോകുന്നതായിട്ടും ഒക്കെ ഇമാജിൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമുള്ള കാര്യമായിരിക്കും. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ആലസ്യത്തെ മാറ്റാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കാര്യവും നല്ല ആർജവത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് വേണം നിങ്ങൾ നിങ്ങളെ ഇമാജിൻ ചെയ്യാൻ. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം നന്നായി പഠിച്ചു കഴിഞ്ഞ് അത് റിവിഷൻ ചെയ്യുന്നത് പോലെയൊക്കെ മനസ്സിൽ നല്ല രീതിയിൽ ഒന്ന് ഫീൽ ചെയ്ത് ഇമാജിൻ ചെയ്യുക. ഇനി നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണ് എന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പുതിയ ഒരുപാട് ഐഡിയാസ് വരുന്നതായിട്ടും അതിനെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് അതിലൊക്കെ വിജയിക്കുന്നതായിട്ടും ഇമാജിൻ ചെയ്യുക. സോ ഇതൊക്കെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ലക്ഷ്യങ്ങളും നമ്മളുടെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് നമ്മളുടെ മടിയെ മാറ്റാനായിട്ട് സഹായിക്കുക മാത്രമല്ലാതെ നമ്മളുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പറയാറില്ല ഇനിയും ഒരുപാട് കാര്യങ്ങൾ കൂടിയുണ്ട്, പക്ഷെ നമ്മൾ ഒരുപാട് ഐഡിയാസ് ഷെയർ ചെയ്യുന്നതിലല്ലോ, നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലാണ് കാര്യം. അതപ്പോൾ നമുക്ക് ഒരു അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ നിമിഷം തന്നെ അടുത്ത വീഡിയോ എന്നുള്ള രീതിയിൽ പോവാതെ ഇതിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മിനിമം ഒരു 2 കാര്യങ്ങളെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നമ്മൾ മുൻപ് പറഞ്ഞ പേഴ്സണൽ ട്രെയിനറിനെയൊക്കെ തന്നുകൊണ്ടുള്ള പ്രോഗ്രാമിൽ ചേരാനായിട്ട് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ടീമിനെ കോൺടാക്ട് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ.